മണിയൂരിലെ ബോംബാക്രമണം UDF RMPI പയ്യോളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മണിയൂർ കരുവഞ്ചേരിയിലെ കോൺഗ്രസ് വില്യാപ്പള്ളി ബ്ലോക്ക് സെക്രട്ടറി മുതുവീട്ടിൽ ബാബുവിന്റെ വീടിന് ബോംബെറിഞ്ഞ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് UDF RMPI പ്രതിഷേധ മാർച്ച് DCC പ്രസിഡന്റ് K. പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്തു. വീടിന് നേരെ ബോംബെറിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതികളെ പിടിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് UDF RMPIയുടെ നേതൃത്വത്തിൽ പയ്യോളി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. നിരവധി പ്രവർത്തകർ മാർച്ചിൽ അണിനിരന്നു. വരും ദിവസങ്ങളിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. വീടിന്റെ മുകളിലത്തെ വരാന്തയിലെ ചുമരിലാണ് ബോംബെറിഞ്ഞത്. ഉഗ്രസ്ഫോടനത്തിൽ ചുമരിലെ ടൈലുകൾ പൊട്ടുകയും തൊട്ടടുത്ത വാതിലിനും മേൽക്കൂരയിലെ ഷീറ്റിനും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. ബോംബ് വന്ന് പതിച്ച ചുമരിന്റെ തൊട്ടടുത്ത ജനലിനോട് ചേർന്ന മുറിയിൽ ബാബുവിന്റെ മകനായ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിഷ്ണുവിന്റെ ഭാര്യയും 1 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞും കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. ഇത്തിരി മാറിയാണ് ബോംബ് പതിച്ചതെങ്കിൽ വലിയ അപകടം സംഭവിക്കുമായിരുന്നു. തലനാരിഴയ്ക്കാണ് അമ്മയും കുഞ്ഞും രക്ഷപ്പെട്ടത്. കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകിച്ച് വടകര മേഖലയിൽ ഒരിക്കലും പാടില്ലാത്ത ചില പ്രവണതകൾ നടന്നു വരികയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് പാനൂരിൽ വെച്ച് ബോംബ് നിർമ്മാണം നടക്കുന്നു. ആ ബോംബ് നിർമ്മാണത്തിനിടെ പൊട്ടി ഒരു CPM-കാരൻ മരിക്കുന്നു, മറ്റൊരു CPM-കാരന് പരിക്കേൽക്കുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞു, ഇത് പോലീസ് അന്വേഷിക്കണം. അന്വേഷണം അവിടെ ഒതുങ്ങരുത്. നാദാപുരത്തും കൂത്തുപറമ്പിലും പാനൂരിലും വടകര പരിസര പ്രദേശങ്ങളിലും ആവശ്യമായ സ്ഥലങ്ങളിൽ റെയ്ഡ് നടക്കണം. പോലീസ് അനങ്ങില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ബോംബ് ഉണ്ടാക്കുന്ന എന്തിനാ? ഇലക്ഷൻ കാലത്ത് പോസ്റ്റർ അടിക്കും, ഫ്ലെക്സ് ബോർഡ് ഉണ്ടാക്കും, ബാനർ ഉണ്ടാക്കും. പക്ഷെ എന്തിനാണ് ബോംബ്? പോലീസ് അത് കേട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിദയനീയമായി ബോംബ് ഉണ്ടാക്കിയതിനെ പരാജയപ്പെടുത്തി വടകരക്കാർ. UDF മണിയൂർ പഞ്ചായത്ത് ചെയർമാൻ അഷ്റഫ് ചാലിൽ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. മഠത്തിൽ നാണു, മഠത്തിൽ അബ്ദുറഹ്മാൻ, രാജേഷ് കീഴരിയൂർ, വിജിത് ലാൽ തെക്കേടത്ത്, അച്യുതൻ പുതിയടത്ത്, P. കുഞ്ഞബ്ദുള്ള, ബാബു ഒഞ്ചിയം, PC ഷീബ, MK ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രകടനത്തിന് VK പ്രകാശൻ, ശ്രീധരൻ തുളസി, PP വിശ്വനാഥൻ, രാമചന്ദ്രൻ കൊളായി, ഭവിത് മലോൽ, സബിത മണക്കുഴി എന്നിവർ നേതൃത്വം നൽകി.